ഇന്ത്യയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് സ്വീകരിക്കുന്ന നയം BJP വിരുദ്ധ ശക്തികൾക്ക് കരുത്ത് നൽകുന്നതല്ല. ഹിമാചൽ പ്രദേശിൽ BJP അധികാരത്തിൽ വന്നത്, രാജസ്ഥാനിൽ BJP അധികാരത്തിൽ വന്നത്, BJP അധികാരത്തിൽ വന്നത് കോൺഗ്രസിൻ്റെ നിലപാട് കൊണ്ടാണ്. BJPക്കെതിരായി പ്രവർത്തിക്കുന്ന പാർട്ടികളെ ദുർബലപ്പെടുത്തുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി, അതുപോലെ തന്നെ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി, ഇവരെ തോൽപ്പിക്കാനല്ലേ ശ്രമിച്ചത്. മഹാരാഷ്ട്രയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെറിയ പാർട്ടിയാണ്, പക്ഷേ ഞങ്ങൾക്ക് ചെറിയ സ്വാധീനമുള്ള മേഖലകളിൽ രാഷ്ട്രീയം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥികൾ നിർത്തി ശക്തമായ രാഷ്ട്രീയ ക്യാമ്പയിൻ നടത്തി. പരമാവധി BJP വിരുദ്ധ ശക്തികളെ യോജിപ്പിക്കാൻ, BJP വിരുദ്ധ വോട്ടുകൾ ഒന്നിപ്പിക്കാൻ CPM സംസ്ഥാനത്ത് കഴിയുന്നത്ര പരിശ്രമിച്ചു. പക്ഷേ തള്ളിക്കളഞ്ഞ ആ മനോഭാവത്തിൻ്റെ ഫലമാണിപ്പോൾ വർഗീയ ശക്തികൾക്ക് കൂടുതൽ കരുത്ത് പകരാനുള്ള സാഹചര്യം മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ RSS സംഘപരിവാർ BJPയുടെ വർഗീയതയ്ക്കെതിരെ മതനിരപേക്ഷത ശക്തിപ്പെടുത്തണം. മതന്യൂനപക്ഷ സംരക്ഷണത്തിന് ഒരു വർഗീയതയ്ക്ക് മറ്റൊരു വർഗീയതയല്ല പരിഹാരം, മതനിരപേക്ഷതയാണ്. ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്താൻ മതനിരപേക്ഷതയാണ് ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള വിശാലമായ ഐക്യം വളർത്തിയെടുക്കാൻ ഈ 3 ഉപതെരഞ്ഞെടുപ്പുകളും പ്രേരകശക്തിയായി തീരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പത്രപരസ്യവും അതോടൊപ്പം തന്നെ ഈ കള്ളപ്പണം പരിശോധന, കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ വനിതകളുടെ റൂമിൽ കയറി പരിശോധന നടത്തിയതും ഈ പത്രത്തിൽ പരസ്യം, അതൊക്കെ അബദ്ധമായി എന്നൊരു വിലയിരുത്തൽ കൂടി വരുന്നുണ്ട്. ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെയോ LDFൻ്റെയോ സഖാക്കൾ ചെന്ന് പരിശോധിക്കുന്നതല്ല. ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു, കള്ളപ്പണം വന്നിട്ടുണ്ട്. പണം വന്നിട്ടില്ലേ? ഇല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? പണമൊന്നുമില്ലാതെയാണോ UDF ഇവിടെ പ്രവർത്തിച്ചത്? പാലക്കാട് പ്രവർത്തിച്ച ആളുകൾക്കറിയാമത്, പണത്തിൻ്റെ ഒഴുക്ക് അവിടെ മാത്രമാണോ? കർണാടക തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ, കഴിഞ്ഞ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 150 കോടിയല്ലേ കർണാടകത്തിൽ മത്സ്യവണ്ടിയിൽ കൊടുത്തേച്ചത്? അതൊക്കെ വാങ്ങുകയും ചെലവഴിക്കുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തൊരു പാർട്ടിക്ക് അവരിവിടെയും അതുതന്നെയാണ് ചെയ്യുന്നത്. വലിയ തോതിൽ അവർ പണമൊഴുക്കിയിട്ടുണ്ട്, BJP പണമൊഴുക്കിയിട്ടുണ്ട്, കണ്ടമാനം പണമൊഴുക്കിയിട്ടുണ്ട്. പണത്തിൻ്റെ സ്വാധീനത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയണം. വോട്ട് വിലക്ക് വാങ്ങാൻ കഴിയുന്നതല്ല എന്ന് ജനങ്ങൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള ജനാധിപത്യം വിലക്ക് വാങ്ങാൻ ഒരാളെയും അനുവദിക്കാൻ പാടില്ല. അതാണ് നമ്മുടെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയമാണ് വിജയിച്ചു വരേണ്ടത്. ഇവിടെ പോലീസ് ഇൻഫർമേഷൻ കിട്ടി, ആ പോലീസ് ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുന്നു. അതിനൊന്നും ഞങ്ങൾ ഉത്തരവാദികളല്ല. പത്രപരസ്യം നൽകിയതിൽ എന്താ തെറ്റ്? ഞങ്ങൾ VD സതീശനോട് ചോദിക്കണോ പത്രത്തിന് പരസ്യം കൊടുക്കുക? ഞങ്ങൾ ഏത് പത്രത്തിനാണ് പരസ്യം കൊടുത്തത്? സുന്നിയുടെ മുഖപത്രം. സുന്നിയുടെ രാഷ്ട്രീയ നയം എന്തെന്നറിയോ? അതൊരു സാമുദായിക സംഘടന തന്നെയാണ്. പക്ഷേ അവരെടുക്കുന്ന നിലപാട് മതനിരപേക്ഷതയെ ശക്തിപ്പെടുത്തിയാലേ ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയൂ എന്ന നിലപാട് സ്വീകരിക്കുന്നവരാണ് സുന്നി. അവരുടെ പത്രത്തിൽ കൊടുക്കാൻ പാടില്ലേ? പിന്നെ ഇവർ കോൺഗ്രസിൻ്റെ വീക്ഷണത്തിൽ കൊടുക്കണോ? പിന്നെ RSSൻ്റെ പത്രത്തിൽ കൊടുക്കണോ? പരസ്യം കൊടുക്കുന്നത് സാധാരണ എല്ലാ പാർട്ടിക്കാരും കൊടുക്കുന്നില്ലേ? മുസ്ലിം സമുദായത്തിന് മാത്രം മതിയോ ഈ മതനിരപേക്ഷതയെക്കുറിച്ചുള്ള പരസ്യം? മറ്റ് സമുദായങ്ങൾക്ക് ഇത് ആവശ്യമില്ലേ? അതെന്താണ് മുസ്ലിം പത്രങ്ങളിൽ മാത്രം ഇത് കൊടുക്കുന്നത്? ഞങ്ങൾ എല്ലാ പത്രങ്ങളിലും പരസ്യം കൊടുക്കാറുണ്ട്, എല്ലാ പത്രങ്ങളിലും വാർത്ത കൊടുക്കാറുണ്ട്. അത് പത്രക്കാർ പോയി ചോദിക്കണം. ഒരു പത്രത്തിന് പരസ്യം കൊടുക്കാൻ ആ പത്രക്കാർ സമീപിക്കും. തെരഞ്ഞെടുപ്പ് കാലത്ത് സമീപിച്ചു. ഞങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നിശ്ചിതമായിട്ടുള്ളതല്ല, തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ള കാര്യം വന്ന് ചോദിച്ചു അവർക്ക് പരസ്യമായിട്ട് കൊടുത്തു. ചെറിയ പരസ്യമാണ് ഇത്. ഞങ്ങൾ പരസ്യം കൊടുത്തില്ലെങ്കിലും പ്രത്യക്ഷത്തിൽ പരസ്യമല്ല എന്ന നിലയിലല്ലേ BJP UDF പരസ്യം കൊടുക്കുന്നത്? ചാനൽ അങ്ങനെയല്ലേ വിലക്കെടുക്കുന്നത്? ചാനലിന് മണിക്കൂറുകൾ നിശ്ചയിച്ച് വിലക്ക് വാങ്ങി പ്രക്ഷേപണം നടത്തുന്നില്ലേ? ഇതെല്ലാം പകൽ വെളിച്ചം പോലെ ഈ കേരളത്തിലുള്ളതല്ലേ? ഞങ്ങൾ ശരിയായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഏത് പത്രത്തിന് പരസ്യം കൊടുക്കണം?
ഞങ്ങളുടെ വളർച്ചയ്ക്കും ഞങ്ങളുടെ വിജയത്തിനും വേണ്ടിയിട്ടുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. എന്ത് ആഘാതം ഉണ്ടാക്കുന്നത്? എല്ലാവരും വായിച്ച് ഞങ്ങളെ മനസ്സിലാക്കട്ടെ. ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരും എല്ലാവരും ഞങ്ങളെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കട്ടെ. അവർ മതനിരപേക്ഷതയുടെ ഭാഗമായി തീരട്ടെ. അവരുടെ രാഷ്ട്രീയ നയങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പമാകട്ടെ. ഈ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം എല്ലാവരും ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിലയിൽ ഞങ്ങൾ പരസ്യം കൊടുക്കുന്നു, പ്രചരണം നടത്തുന്നു, മീറ്റിംഗ് നടത്തുന്നു, പൊതുയോഗം നടത്തുന്നു, ഞങ്ങളൊക്കെ സ്വീകരിക്കുന്നു. അത് ഞങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടനുസരിച്ചിട്ടാണ്.